ഹലോ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ വെക്കേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അപ്പോൾ അടുത്ത അധ്യയന വർഷത്തിലോട്ട് പിള്ളേർ പോവുകയാണ് കേട്ടോ. അപ്പോൾ അവരുടെ ആ ഒരു ബാക്ക് ടു സ്കൂൾ ഹോൾ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ 2-3 ദിവസം കൂടെ ഉള്ളൂ സ്കൂൾ തുറക്കാൻ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് കുഞ്ഞുങ്ങളുടെ ആ പുതിയ സാധനങ്ങളും മക്കൾക്ക് പുതിയതായിട്ട് വാങ്ങിയതും അവർ കഴിഞ്ഞ വർഷം ഉപയോഗിച്ചിട്ട് ഈ വർഷം തന്നെ ഉപയോഗിക്കാൻ പോകുന്നതായിട്ടുള്ള സാധനങ്ങളും എല്ലാം ഒന്ന് നിങ്ങളെ ഒന്ന് ഒരു ചെറിയ ഹോൾ വീഡിയോ ഞാൻ അത് പറയുന്നതെന്ന് വെച്ചാൽ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ട്, ഞാനത് കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പം ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും ഞാൻ ആ ഒരു ബാക്ക് ടു സ്കൂൾ ഹോൾ വീഡിയോ ഒന്ന് ചെയ്യാൻ പോകട്ടെ. അപ്പോൾ ഞാൻ നിങ്ങളെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അതേണ്ട ഞാൻ ചെറിയൊരു കുഞ്ഞുങ്ങളുടെ സാധനങ്ങളെല്ലാം വേണ്ട നമ്മുടെ ഒരു ബെഡിലോട്ട് ഒരു ഷീറ്റിൻ്റെ പുറത്തോട്ട് ഞാൻ എല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പുതിയത് എന്തൊക്കെയാണ് പഴയത് എല്ലാം കാണിച്ചു തരാവേ. എന്നിട്ട് ആദ്യം തന്നെ മക്കളുടെ ബാഗിൽ നിന്ന് തുടങ്ങാം. ഇതാണ് ഞാൻ ബാഗ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. കണ്ടോ, ഇതാണ് ബാഗ്. ഇതിപ്പം ലച്ചുവിൻ്റെ ആണ്, മൂത്ത ആളിൻ്റെ ആണ്. ഇത് അവൻ ഇനി 8ലോട്ടാണ്. അപ്പോൾ അവന് ഇതാണ് ഇഷ്ടപ്പെട്ട് അവൻ വാങ്ങിയത്. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബാഗിന്. നല്ലതുപോലെ കണ്ടേ ഇത്രയും ക്യാരി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് അവന് ഒത്തിരി ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഒരു ബാഗാണ്, അമേരിക്കൻ ടൂറിസ്റ്റർ. അപ്പോൾ ഇതാണ് മോൻ്റെ മൂത്ത ആളിൻ്റെ ബാഗാണ്. ഇത് നമ്മുടെ മോനുവിൻ്റെ ബാഗാണ്, ഇളയ ആളിൻ്റെ. അവന് ഇഷ്ടപ്പെട്ട ഇതാണ്. കളറ് സെയിം ആണ്, എന്നാലും ഇത് ഡാർക്കും അത് ലൈറ്റും ആണ്. അപ്പോൾ ഇതാണ് മോന് ഇഷ്ടപ്പെട്ടത്. മോൻ ഇനി 6ലോട്ടാണ്. അപ്പോൾ മോനും അത്യാവശ്യം നല്ലതുപോലെ നോട്ട്ബുക്സും എല്ലാം ക്യാരി ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ ഈ ബാഗിനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് രണ്ടുപേരുടെയും ബാഗ്. പിന്നെന്ന് വെച്ചാൽ ലഞ്ച് ബോക്സ് കഴിഞ്ഞ വർഷത്തെ തന്നെ ലഞ്ച് ബോക്സ് ആണ് ഇത്. മൂത്ത ആളിൻ്റെതും ഇളയ ആളിൻ്റെയും രണ്ടുപേരുടെയും പേരെല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ. അത് രണ്ടുപേരുടെ ലഞ്ച് ബോക്സ് ഇതാണ്. അതുപോലെ തന്നെ ചെറിയൊരു നമ്മുടെ കറിയൊക്കെ വിളമ്പുന്ന ചെറിയൊരു പാത്രവും കേട്ടോ. ഇത് കഴിഞ്ഞ വർഷത്തെ തന്നെയാണ് ഈ വർഷം മക്കൾക്ക് ഉപയോഗിക്കുന്നത്, കാരണം വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ സ്നാക്സ് ബോക്സ് ഈ പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട്. വേണ്ട ഈ ഒരു ടൈപ്പ് സ്നാക്സ് ബോക്സ് ആണ്, ചെറുതാണ്. കാരണം സ്നാക്സ് ചിലപ്പോഴേ കൊണ്ടുപോകത്തുള്ളൂ. അവർക്ക് ഇത് മേടിച്ച് വെച്ചെങ്കിലും ചിലപ്പോഴേ ഇവരിത് കൊണ്ടുപോകത്തുള്ളൂ കേട്ടോ. ചില ദിവസങ്ങളിൽ കൊണ്ടുപോകില്ല, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. അപ്പം നമ്മളിതാണ് വാങ്ങിച്ചത്. അത്യാവശ്യം നല്ലതുപോലെ ചെറിയ എന്തെങ്കിലും ഐറ്റം വെക്കാൻ പറ്റും. നമ്മളിത് ഓപ്പൺ ആക്കിയിടാം. ചെറിയ എന്തെങ്കിലും ഐറ്റം വെക്കാൻ പറ്റിയൊരു സ്പേസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് 2 സെക്ഷനായിട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. ഞടയ്ക്ക് അപ്പോൾ പിന്നെ നമ്മൾ വാങ്ങിയത് ബോട്ടിലാണ്. ഇതേണ്ട ബോട്ടിൽ ഇപ്പോൾ 4 ബോട്ടിൽ കാണുന്നെങ്കിലും ബോട്ടിൽ ഇതാണ് ഞാൻ വാങ്ങിയത്. 2 പേർക്കും ഈ ഒരു ടൈപ്പ് ബോട്ടിലാണ് വാങ്ങിയത്. ഇതാണ് ഓപ്പണിങ്. കണ്ടോ, ഇങ്ങനെയാണ് ഓപ്പണിങ് വരുന്നത്. ഇത് നല്ല കണ്ടപ്പോൾ എന്തോ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് 2 പേർക്കും ഞാൻ വാങ്ങിയത്. ഒന്ന് ഈ ഒരു കളറ്, ഒന്ന് റെഡ് കളറ് കേട്ടോ, റെഡ് ബ്ലാക്ക്. ഇതാണ് വാങ്ങിയത് കേട്ടോ. പിന്നെ ഈ ബോട്ടിലെന്ന് വെച്ചാൽ ബാഗ് വാങ്ങിയപ്പം അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ് കേട്ടോ ഈ ഒരു 2 ബോട്ടിൽ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് കളയണ്ട, കാരണം ഇത് ചില ദിവസങ്ങളിൽ സ്കൂളിൽ വെച്ചിട്ട് വരും, മറന്നു പോകും. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനകത്ത് കൊടുത്ത് വിട്ടാൽ അപ്പോൾ 2 കൂടെ എടുത്തുകൊണ്ട് വരട്ടെന്ന് വിചാരിച്ചിട്ട് ഇതും ഇപ്പം തൽക്കാലം കളയുന്നില്ല, ഇത് അവിടെ തന്നെ ഇരിക്കട്ടെ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ മക്കളുടെ ഇവിടെ പൗച്ചാണ്. ഇതാണ് പെൻസിലും പേനായും ഒക്കെ വാങ്ങാൻ വേണ്ടി വാങ്ങിച്ചത്. സാധാരണ ബോക്സാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്, പക്ഷേ ബോക്സ് പെട്ടെന്ന് ഇവർ ചീത്തയാക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഈ 2 പൗച്ചാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് 2 പേർക്കും അവരവരുടെ ഇഷ്ടത്തിനാണ് വാങ്ങിയ. 2 പേർക്കും ഓരോ പൗച്ച് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നുള്ളതെന്ന് വെച്ചാൽ റൈറ്റിംഗ് ബോർഡ്. അങ്ങനെ അതും കൂടി ഇങ്ങെടുത്തേ. പിടിച്ചോ. റൈറ്റിംഗ് ബോർഡ് വാങ്ങിയായിരുന്നേ. അപ്പം സാധാരണ എക്സാം അടുപ്പിച്ചാണ് വാങ്ങുന്നത്, പക്ഷേ ഈ പ്രാവശ്യം നേരത്തെ ഞാൻ വാങ്ങി വെച്ചു. അതുകൊണ്ട് ഒരാളുടെ അത് ഒരാളുടെ ഇത് കേട്ടോ. അവർക്ക് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് 2 പേർക്കും റൈറ്റിംഗ് പാഡ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 റൈറ്റിംഗ് പാഡ് നമ്മൾ പുതിയതായിട്ട് വാങ്ങിയതാണ്. പിന്നുള്ളതെന്ന് വെച്ചാൽ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ആണ്. ഇതാണ് മേടിച്ചത് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്. ഇത് ഇതിൻ്റെ മൂത്ത ആളിൻ്റെ ലച്ചുവിൻ്റെ 8ാം ക്ലാസ്സിലേക്കുള്ളത്. ഇത് മോനൂസിൻ്റെ 6ലോട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 പേർക്കും 2 ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഈ സാധനങ്ങളെല്ലാം വാങ്ങിയത് ഒരു കടയിൽ നിന്നാണ്, നമ്മുടെ ഓച്ചിറയിലൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. പല കടകളിൽ കയറുന്നതിനെക്കാട്ടി ബെറ്റർ ഒരു കടയിൽ നിന്ന് തന്നെ എല്ലാം വാങ്ങി. പിന്നുള്ളത് പേനയാണ്. പേന ദാണ്ട് ഇങ്ങനെ വാങ്ങി ഒരു സെറ്റ്. ഇതിപ്പോൾ പെട്ടെന്നങ്ങ് തീരും, കാരണം പേനയാണല്ലോ. പെൻസിലിൻ്റെ യൂസ് കഴിഞ്ഞ് മാക്സിനകത്ത് വല്ലതും വരയ്ക്കാനോ അതൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ടൈപ്പ് പേനയാണ് വാങ്ങിച്ചത്. ബോൾ പെൻ ഈ ടൈപ്പ് പേനയാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പം ഇത് നമ്മൾ ഈ പ്രാവശ്യം പുതിയതായിട്ട് വാങ്ങി വെച്ചതാണ്. പിന്നെ ഉള്ളത് എന്താ മോനെ, ആ പെൻസിൽ അത് ഞാൻ കാണിച്ചു തരാം. രണ്ട് ജോമെട്രി ബോക്സ് കാണിച്ച്
പിന്നുള്ളതെന്ന് വെച്ചാൽ ഇതേണ്ട ഇത് സ്കെച്ചാണ്. സ്കെച്ച് ഒരു വലിയതെടുത്ത്, കാരണം ഇവർക്കിത് ഒരുപാട് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇത് ഒരു വലിയ സ്കെച്ചാണ് എടുത്തേക്കുന്നത്. ഇത് എത്ര കളർ അതിനകത്ത് മോനെ? 24 കളറിൻ്റെയാണ് വാങ്ങിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരെണ്ണം വലുതായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറുത്, എക്സ്ട്രാ ഒരു ചെറുതുണ്ട്. പിന്നെ വേണ്ട അവർ കട്ടർ, ഓരോരുത്തരുടെ കട്ടർ, അവരവരുടെ ഇഷ്ടത്തിനുള്ള കട്ടർ, ആ ടൈപ്പ് ഒരു കട്ടറുണ്ട്. പിന്നെ നമ്മുടെ സാധാ കട്ടറുണ്ട്. പിന്നെ 2 പേര് എറേസർ ഉണ്ട്, റബ്ബറുണ്ട്. ഇതൊരാൾ എടുത്തു കഴിഞ്ഞു. പിന്നെ വേണ്ട ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ വേണ്ട ഇത്രയും സാധനങ്ങളുണ്ട്. പെൻസില്, പേനയൊക്കെ തന്നെ കേട്ടോ. ഇതൊക്കെ ഓരോരോ ഇഷ്ടം നോക്കി കണ്ടപ്പോൾ വാങ്ങിയതാണ്. പിന്നെ ചെറിയൊരു സ്കെയിലുണ്ട്. പിന്നുള്ളത് വേണ്ട അവർക്ക് എക്സാം, ഇനിയിപ്പോൾ സ്കൂൾ തുറന്നു കഴിയുമ്പോൾ എപ്പോഴും ടെസ്റ്റ് പേപ്പറും കാര്യങ്ങളും റിവിഷൻ ടെസ്റ്റാണ്. അപ്പം ഞാൻ വേണ്ട ഇതുപോലത്തെ ഒരു ബണ്ടിൽ സിംഗിൾ ലൈൻ്റെ പേപ്പർ വാങ്ങി, കാരണം ഇതിന് എപ്പോഴും ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സാധനം വാങ്ങിച്ച് വെച്ച്. പിന്നെ അവരുടെ സ്കൂളിലെ ഈ പ്രാവശ്യം പുതിയതായിട്ട് വാങ്ങിയതാണ് സോക്സ്. കഴിഞ്ഞ വർഷത്തെ എല്ലാം ഇരിപ്പുണ്ട്, എന്നാലും അവർക്ക് ഈ 2 ജോഡി വീതം 2 പേർക്കും വാങ്ങിച്ചിട്ടുണ്ട്. ഇത് വെനസ്ഡേ യൂണിഫോമിൻ്റെതും ഇത് അവരുടെ ചെക്ക് യൂണിഫോമിൻ്റെതുമാണ്. പിന്നെ പുതിയതായിട്ട് ഷൂ വാങ്ങിയായിരുന്നു ലച്ചുവിന്, മൂത്ത ആളിന് ബ്ലാക്ക് ഷൂ, ക്ലാസ്മേറ്റിൻ്റെ ബ്ലാക്ക് ഷൂ വാങ്ങിച്ചായിരുന്നു. അപ്പം മോന് ഇളയ ആളിന് മേടിച്ചത് നമ്മളിപ്പോൾ ക്ലാസ് കഴിയാറായ ഒരൊറ്റ മാസം ആയില്ല, അന്നേരം വാങ്ങിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവന് പുതിയത് വേണ്ട, ഇത് മതി. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അവരുടെ പുതിയതായിട്ട് വാങ്ങിയതുകൊണ്ട് എടുത്ത് വെച്ചേക്കാം ഒരു മേക്കപ്പിൻ്റെ കാര്യങ്ങളാണ് ഇത് കേട്ടോ. ഇതിപ്പോൾ അവരുടെ ഇത്രയും സാധനം മക്കൾ വാങ്ങിയതാണ്. ചീപ്പ്, ക്രീം, ഹെയർ ജെല്ല്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ കേട്ടോ. അപ്പം നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഹോൾ വീഡിയോ ഇതാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങളെ ഒന്നുകൂടെ കാണിച്ചു തരാം. എല്ലാം കൂടെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് സ്കൂളിലേക്ക് മക്കൾക്ക്. ഇതിനകത്ത് പുതിയതായിട്ട് വാങ്ങിയതുണ്ട്. പിന്നെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഉപയോഗിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ ചെറിയൊരു ബാക്ക് ടു സ്കൂൾ വീഡിയോ ആണ്. വലുതായിട്ടൊന്നുമില്ല, ചെറിയൊരു കാര്യങ്ങൾ കേട്ടോ, കുറച്ച് കാര്യങ്ങൾ. എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു കേട്ടോ. ഞാൻ കമൻറ്റ് ആഡ് ചെയ്യാം ഇതിനകത്ത്, അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം.